ഹലോ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളെല്ലാവരും കൂടെ വയത്തൂർ പോയി കേട്ടോ. അപ്പോൾ വയത്തൂർ ഉത്സവമൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ സുയിത്താൻ്റെ വണ്ടിക്കാണ് കേട്ടോ പോയത്. പിന്നെ വീട്ടിൽ നിന്ന് ഞാനും അമ്മയും ഉണ്ണിയേട്ടനും തനൂട്ടി നേതൂട്ടിയും പിന്നെ നിജേച്ചിയും പപ്പിയേച്ചി ഷൈജുവാട്ടനും അങ്ങനെ നമ്മളെല്ലാവരും കൂടെ പോയത്. അപ്പോൾ ഇത് നമ്മൾ പകുതിക്കിടെ എണ്ണ അടിക്കാൻ നിർത്തിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മുടെ സുയിത്താട്ടൻ്റെ വണ്ടിയിലാട്ടോ പോയത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട്. അന്ന് അങ്ങനെ ഒരു പറയത്തക്ക ഒരു തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഏകദേശം കഴിയാനായതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഒരുപാട് തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ, വാങ്ങാനും കാണാനും ഒക്കെ. എന്നുവെച്ചാൽ പല ടൈപ്പ് മാലകളായാലും വളകളായാലും എല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ പലതരം അലുവകളും പിന്നെ പാത്രങ്ങളും അങ്ങനെ എന്നാ വേണ്ടേ, പൈസയുണ്ടോ എന്ത് വേണ്ടിക്കും വാങ്ങാം. ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു, കാണാൻ നല്ല ഭംഗിയുള്ളതൊക്കെ പാത്രങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ അങ്ങനെ ഒരുപാടൊന്നും വാങ്ങിയില്ല, എന്നാലും കുറച്ച് സാധനങ്ങൾ ഞങ്ങളും വാങ്ങി കേട്ടോ. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനങ്ങളാണ് ഇതിൽ കാണുന്ന കമ്മലും അങ്ങനത്തെയൊക്കെ ഇല്ല, അതൊക്കെ ഞാനും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഞാൻ ചെറിയതായ സമയത്തായിരുന്നു കേട്ടോ വയത്തൂർ പോയിട്ടുള്ളത്. അതിന് ശേഷം പോയിട്ടില്ല. അവിടെ പോയ അമ്പലമായിട്ട് അങ്ങനെ ഒരു ഓർമ്മയൊന്നും ഉണ്ടായിരുന്നില്ല, ചെറിയതാകുമ്പോൾ പോയതല്ലേ. പിന്നെ പോകുന്നതാണ് ഇപ്പോൾ കേട്ടോ, എത്രയോ വർഷങ്ങൾക്ക് ശേഷം പോയതാണ്. അപ്പോൾ ഒരുപാട് കളിക്കുന്ന സാധനങ്ങളൊക്കെ എന്തായിരുന്നു രസം എന്നറിയാം കാണാൻ. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു കൗതുകം തന്നെയായിരുന്നു കേട്ടോ കാണാൻ. കാരണം പല ടൈപ്പ് ബാഗുകളും എന്താ വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ട്. നമ്മൾ പിന്നെ മറ്റേ ചോളപ്പൊരിയൊക്കെ വാങ്ങി നടന്നുകൊണ്ട് കഴിക്കാം കേട്ടോ. പിന്നെ ഐസ്ക്രീമിനൊക്കെ ഭയങ്കര പൈസയാണ്, എന്നാലും തനൂസിന് ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു ലാസ്റ്റോട്ടാണ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് ദൂരം നടന്ന് പിന്നെ നമ്മൾ പരിചയമുള്ള ആൾക്കാരൊക്കെ ഉണ്ടോയെന്നൊക്കെ നോക്കിയായിരുന്നു. അങ്ങനെ നമ്മൾ അറിയുന്ന കുറച്ച് ആൾക്കാരെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിജേച്ചിയും ഏട്ടനൊക്കെ അങ്ങ് മുമ്പിൽ പോകുന്നുണ്ട്, ഞങ്ങൾ ബേക്കിൽ. അമ്മക്ക് പിന്നെ അങ്ങനെ നടക്കാനോ, അതുകൊണ്ട് ഞാനും അമ്മയും ഏട്ടനൊക്കെ കുറച്ച് മല്ലാണ് നടന്നത് കേട്ടോ. കാരണം നമുക്ക് മുട്ടുവേദന ആയതുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് നടക്കാനും ആകുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഇത് കണ്ട നമ്മളെ വാലാട്ടെ, നമ്മൾ പ്രതീക്ഷിക്കാണ്ട് നമ്മളെ വാലാട്ടിനെ കണ്ടു കേട്ടോ. അവിടെ വാലാട്ടെ അല്ലപ്പം നിങ്ങളേത് നാട്ടുകാരനാന്നെല്ലാം പറഞ്ഞിട്ട് മുറിച്ച് ചായക്കൽ തന്നെ വാലാട്ടെ. പിന്നെ നമ്മൾ പണ്ട് തെയ്യപ്പറമ്പത്തൊക്കെ കാണുന്ന കുരങ്ങനെ കണ്ട, ഇത് നമ്മളെ സതിയേച്ചീൻ്റെ അമ്മയാട്ടോ. അപ്പോൾ അവരും അവിടെ പോയിട്ടുണ്ടായിരുന്നു. സതിയേച്ചിയൊക്കെ ആവണിയുണ്ട്, പിന്നെ സതിയേച്ചി ഫ്രിഡ്ജിൽ എല്ലാവരും ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അവരൊക്കെ കണ്ടു. അപ്പോൾ സതിയേച്ചെല്ലാം പോകുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്പലത്തിൽ വരണമെന്ന്. എന്നോട് പറയുകയും ചെയ്ത് പ്രത്യേകം യൂട്യൂബിൽ ഇടാനായിരിക്കും ഇടരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അവർ വീഡിയോ ഇടുമ്പോൾ കാണുമായിരിക്കും. അങ്ങനെ നമ്മൾ അമ്പലത്തിലെത്തി. ഇവിടെ നിന്നാണ് കേട്ടോ പുഷ്പാഞ്ജലിൻ്റെ ഇതൊക്കെ മുറിക്കേണ്ട. അതൊക്കെ കഴിഞ്ഞ് പുഷ്പാഞ്ജലിയൊക്കെ കഴിപ്പിച്ചു. അതിന് ശേഷം നമ്മൾ അമ്പലമൊക്കെ ഒന്ന് ചുറ്റി തൊഴുത് അമ്പലത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ അമ്മേൻ്റെ അനിയത്തി ഇളയമ്മ കേട്ടോ, മേറ്റടി ഉള്ളതാണ്. ഇളയമ്മേനെ കണ്ടു. അങ്ങനെ ഇളയമ്മയൊക്കെ ആയിട്ട് സംസാരിച്ച് ഇങ്ങനെ നിന്നു. നമ്മളെല്ലാവരും കൂടെ കുറച്ച് സമയം സംസാരിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മളെ സുയിത്താടിൻ്റെ അങ്ങ് അരിക്കേ കൂടെ എങ്ങോട്ടൊന്നുമില്ലാതെ യാത്ര കണ്ട ആ തൂണിൻ്റെ അടുക്ക പോയി നിന്നിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ നല്ലൊരു കമ്മലൊക്കെ സെലക്ട് ചെയ്യാമെന്ന് വെച്ചിട്ട് ഞങ്ങൾ കമ്മലിൻ്റെ ഇവിടെ നോക്കി. അതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട് നോക്കി നല്ല 2 കമ്മലൊക്കെ വാങ്ങി. പിന്നെ അതിന് ശേഷം നമ്മൾ അവിടുന്ന് നേരെ തിരിച്ച് ഇങ്ങോട്ടേക്ക് കുറേ സാധനങ്ങൾ നോക്കാനുണ്ടായിരുന്നു. അതൊക്കെ നോക്കിയിട്ട് ഓരോന്ന് വാങ്ങി വെണ്ണൊക്കെ വാങ്ങി അങ്ങനെയൊക്കെയാണ് മടങ്ങിയത്. അങ്ങനെ നമ്മൾ നേദൂസിന് ചെറിയൊരു ചെണ്ടയൊക്കെ വാങ്ങിക്കൊടുത്തു. അങ്ങനെ ലാസ്റ്റ് നമ്മൾ മടങ്ങാൻ നേരം തനൂസിന് ഐസ്ക്രീം വേണം എന്നിട്ടൊരു ഐസ്ക്രീമൊക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ഐസ്ക്രീമൊക്കെ വാങ്ങി. ഭയങ്കര വിലയാണ്, എന്നാലും സാരമില്ല എന്ന് വെച്ചാൽ ഐസ്ക്രീമൊക്കെ വാങ്ങി. അവിടെ നമ്മൾ നേരെ നടന്നു കേട്ടോ നമ്മുടെ സുയിത്താട്ടൻ്റെ വണ്ടീൻ്റെ അടുത്തേക്ക് നടക്കണം. അതിന് മുന്നേ നമ്മളെല്ലാവരും കൂടെ ഒരു സെൽഫിയൊക്കെ എടുത്ത് അതിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു വീഡിയോ. അങ്ങനെ നമ്മൾ ഒരു ഭക്ഷണം കഴിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കാൻ കയറി വരുന്ന വഴിക്ക് അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ഭക്ഷണത്തിനിരുന്നു കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സാധാരണ എപ്പം പോകുമ്പോൾ കഴിക്കുന്ന പോലത്തെ ആ ഒരു ഇതുണ്ടായിരുന്നില്ല. കാരണം അവിടെ അത് കിട്ടാൻ ലേറ്റായി, ഒന്നവിടെ ഒരുപാട് ലേറ്റായിരുന്നു. നമ്മൾ രാത്രിക്ക് മടങ്ങി എത്താൻ 12:30 ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ പിന്നെ പൊറോട്ടയും പിന്നെ അങ്ങനെയൊക്കെ പറഞ്ഞ് എല്ലാം കഴിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മളിതാ വീട്ടിലെത്തി തളർന്നിരുന്നിട്ടുണ്ട്. അപ്പോൾ സമയം 12:30.